ഞാൻ രേണുസുധിയെക്കുറിച്ച് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രേണുസുധി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് എനിക്ക് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് രേണുസുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കാണുവാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എല്ലാവർക്കും പൈസ സമ്പാദിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. അത് ഒരു തെറ്റാണ് എന്നൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ എങ്ങനെ സമ്പാദിക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഞാൻ ആ ഒരു സ്റ്റോറി കണ്ട സമയത്ത് അതിനകത്ത് ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുകയാണ്. ആ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന വസ്തു എന്ന് പറയുന്നത് മദ്യമാണ്. ഇതേ കണക്ക് സ്റ്റോറി ഇട്ടേക്കുന്നത്, ഇത് കണ്ടോ എന്തുമാത്രം കളക്ഷൻസ് ആണ് ഉള്ളത്, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇത്ര ദിവസം വരെ, നമുക്ക് എൻജോയ് ചെയ്യാം എന്നുള്ള രീതിയിലൊരു സ്റ്റോറിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ട സമയത്താണ് എന്താണ് രേണുസുധി കാണിക്കുന്നത്, നമുക്ക് പൈസ സമ്പാദിക്കണം എന്ന് വെച്ചിട്ട് ഇതുപോലത്തുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്. ഇപ്പം രേണുവിന് കുറേയധികം ഉദ്ഘാടനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പോയി ചെയ്താലും പൈസ കിട്ടും, അതെല്ലാം ചെയ്യുന്നത് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലത്തുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ചിലപ്പോൾ കുട്ടികൾ വരെ രേണുവിൻ്റെ സ്റ്റോറിയൊക്കെ കണ്ടെന്ന് വരാം. അവരൊക്കെ ഇത് കണ്ടിട്ട് എന്തായിരിക്കും വിചാരിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒന്ന് ചിന്തിച്ചുകൂടെ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന്. എനിക്ക് രേണുവിൻ്റെ അടുത്ത് പറയാനുള്ള മെയിൻ ഒരു കാര്യമാണ്, ഇതൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങളെ കുറേയധികം പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആവശ്യമില്ലാതെ കണ്ടൻറ്റിന് വേണ്ടിയൊക്കെ, സത്യം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. അത് എനിക്ക് പറയാനുള്ള ഒരു ഒരു ഒന്ന് ഉപദേശം പോലെയാണ് എന്നുള്ളത് തന്നെ എടുക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കത് ഇത് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.